ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ചക്കക്കുരു മുരിങ്ങയിലയും കൂടിയിട്ട് കുത്തി കാച്ചിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചക്കക്കുരു നന്നാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചക്കടൊക്കെ സീസണാണല്ലോ. അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ ചക്കക്കുരു. അപ്പോൾ ഇനി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ കുറച്ച് ചേരുവകൾ മതി, കുറേയൊന്നും വേണ്ട, പക്ഷേ അടിപൊളി കറിയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുളക്. അപ്പോൾ നമുക്ക് കുത്തി കാച്ചാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് എല്ലാം ഉപ്പേരിയാണല്ലോ, അപ്പോൾ ഇതും ഉപ്പേരി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി മുളകൊക്കെ അതവിടെ കുത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോഴത്തേനും ചക്കക്കുരു വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെ വെന്തോ നോക്കാം അല്ലേ. അപ്പോൾ അത് അടുത്ത് നോക്കി നോക്കിയപ്പോൾ ചക്കക്കുരുവൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഉള്ളി മുളകൊക്കെ കുത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടുകൊന്നും ഞാൻ പൊട്ടിക്കണില്ല കേട്ടോ. ചിലവർ കടുക് പൊട്ടിക്കുന്നുണ്ട്. ഞാനിവിടെ കടുകൊന്നും പൊട്ടിക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുരിങ്ങയില കഴുകിയിട്ട് ഞാൻ ആ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. രാവിലെ ഉരിഞ്ഞ് വെച്ചതാണ്. അപ്പോൾ അത് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളി മുളകൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മുന്നേ വേവിച്ച് വെച്ചാൽ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു കുഴമ്പ് പോലെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കുറച്ച് വെള്ളത്തോടക്കിനാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഡ്രൈ ആയി വരുമല്ലോ. അപ്പോൾ മുരിങ്ങയിലൊക്കെ കഴുകിയിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചക്കക്കുരുവിൽ ഉപ്പിട്ട് കൊടുത്ത കാരണം ഇതിൽ ഉപ്പൊക്കെ പാകത്തിനായിരുന്നു, പിന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മുരിങ്ങയില നന്നായി വേവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായി വെന്താൽ അത് കയ്പ്പ് രസം വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതല്ലേ, കൂടുതൽ ചേരുവകളൊന്നും വേണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉപ്പേരി റെഡി ആയില്ലേ. അപ്പോൾ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.